മക്കൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചന നോക്കി കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. പ്രത്യേകിച്ചും പ്രായം കൂടിയ ആൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വർഷങ്ങളായിട്ട് ആലോചനകൾ നോക്കുന്നുണ്ട്. പ്രാർത്ഥന, വഴിപാടുകള്, അതോടൊപ്പം തന്നെ പല സർവീസുകളിലും മാട്രിമോണികളാവട്ടെ, ബ്യൂറോകളാവട്ടെ, പത്രങ്ങളാവട്ടെ, ബ്രോക്കർമാരാവട്ടെ പലരെയും സമീപിക്കുന്നു. അവിടെ പൈസ കൊടുത്ത് പറ്റിക്കപ്പെടുന്നു എന്ന ചിന്താഗതിയിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷെ ആ ചിന്താഗതിയിലേക്ക് എത്തുന്നതിന് മുന്നേ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ പറ്റിക്കപ്പെടുന്ന ആണോ അതോ വേറെന്തെങ്കിലും കാരണമാണോ എന്നുള്ളത്. ഉറപ്പായിട്ടും ആ കാരണം എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം. ഈ പറയുന്ന ആൺകുട്ടികൾക്കായിരുന്നാലും അവരുടെ മാതാപിതാക്കൾക്കായിരുന്നാലും ചില സാഹചര്യങ്ങളുണ്ട് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് നടക്കാത്തത്. ദിവസവും അനവധി കോളുകൾ, കുറച്ചധികം ആളുകളുമായിട്ട് ദിവസവും സംസാരിക്കുന്നതിന് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം കൂടുതലും കോളുകൾ ആരുടെ ഭാഗത്തുനിന്ന് എന്നാണ് ചോദിച്ചാൽ പ്രായം കൂടിയ ആമക്കളുള്ള മാതാപിതാക്കളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ പ്രായം കുറഞ്ഞ ആൺകുട്ടികളുടെ മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ അവിടെ കണ്ടുവരുന്ന ഒരു കാര്യം, പ്രായം കൂടിയിരുന്നാലും പ്രായം കുറഞ്ഞിരുന്നാലും ചിലരുടെ വിദ്യാഭ്യാസം SSLC ഫെയിൽഡ് ആയിരിക്കാം, പാസ്സായിരിക്കാം, +2 ആയിരിക്കാം, പ്രീ ഡിഗ്രി ആയിരിക്കാം, IT ആയിരിക്കാം. പിന്നെ ഇവരുടെ ജോലി എടുക്കുമ്പോൾ ഡ്രൈവർ ആയിരിക്കാം, പ്ലംബർ ആയിരിക്കാം, മെക്കാനിക് ആയിരിക്കാം, കൺസ്ട്രക്ഷൻ വർക്ക് ആയിരിക്കാം, കോൺട്രാക്ട് വർക്ക് ആയിരിക്കാം, കൂലിപ്പണികളായിരിക്കാം, എല്ലാ ജോലിയും അറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസം കുറവുകൊണ്ടും എടുത്തു പറയത്തക്ക ജോലി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആലോചനകളുമായിട്ട് പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ മാതാപിതാക്കൾക്ക്. പക്ഷേ അവരുടെ കാഴ്ചപ്പാട്, മക്കളുടെ കാര്യം എടുക്കുമ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുന്ന അവർക്കാണ് മക്കളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. ഇത്രയും വർഷം കൊണ്ട് എൻ്റെ മകൻ എന്താണ്, അവന് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അവൻ്റെ കഴിവുകൾ എന്താണെന്ന് മാതാപിതാക്കൾക്കറിയാം. എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയിൽ നിന്ന് ആളുണ്ടാക്കുന്ന വരുമാനം എന്താണ്. പിന്നെ ഇതല്ലാതെ വിവാഹാലോചനയായിട്ട് നോക്കുമ്പോൾ പുറമെയുള്ള കാഴ്ചപ്പാട് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു ആൺകുട്ടിക്ക് ഉണ്ടായിരിക്കണം. 100% എടുക്കുമ്പോൾ ഏകദേശം 90% ആൾക്കാർക്കും സ്വന്തമായിട്ട് സ്ഥലം, വീട് ഇതെല്ലാം ഉണ്ട്. ഈ ആൺകുട്ടികൾ തന്നെ വാങ്ങിച്ച് സ്ഥലവാനം വെച്ച് വീടല്ലാതെ ചില ആൺകുട്ടികളുണ്ട് ഒരു സ്ഥലം വാങ്ങി അവർക്ക് നല്ല പ്രായത്തിൽ വീട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ മാതാപിതാക്കളായിട്ട് തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം മക്കളെ കുറിച്ച് അവർക്കുള്ളത് കൊണ്ട് തന്നെ സർവീസുകളിലേക്ക് പോകുമ്പോൾ അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകന് ഇതൊക്കെ ഉണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ട് നടക്കുന്നില്ല. പിന്നെ ചിലര് ജാതകം എന്ന് ചിന്തിച്ച് ആലോചനകളൊക്കെ വരുന്നത് പക്ഷെ ജാതകമായിരിക്കും. അവിടുത്തെ യാഥാർത്ഥ്യ കാരണം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ അല്ലാതെ അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്നതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം, ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും ജോലിയുടെ കാര്യത്തിലായിരുന്നാലും കുറവുകളായിരുന്നാലും കൂടുതലായിരുന്നാലും ശരി, നമ്മളൊരു വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, മാതാപിതാക്കൾ അച്ഛനും അമ്മയാണെങ്കിലും ശരി, ഈ ആൺകുട്ടികളാണെങ്കിലും ശരി, അതിലേക്ക് പോകുന്നതിന് വേണ്ടി നിലവിൽ ആലോചന നോക്കുന്ന ടൈമിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഉള്ളത്, എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുക. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ പ്രൊഫൈല്, ഇപ്പോൾ സർവീസുകാരെ അല്ല, നമ്മുടെ പ്രൊഫൈല് നമുക്ക് എങ്ങനെ മറ്റൊരാളിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കും, അത് ഏത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ സാധിക്കും, എങ്ങനെ അതിന് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു മാച്ച് മേക്കറുടെ സപ്പോർട്ട് തേടാവുന്നതാണ്. അതിനായിട്ട്
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, ആവശ്യമുള്ളവർ മാത്രം. പിന്നെ അതുമല്ല, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിവാഹാലോചന നോക്കി കഷ്ടപ്പെടുന്ന ആൺകുട്ടികളാണ്, മാതാപിതാക്കളാണ് എന്ന് അവർക്ക് നോക്കുന്നതല്ലാതെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ വരുന്ന ആലോചനകളിൽ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറൊന്നും കണ്ടല്ല, 200 നാളെയോ അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള ഏതെങ്കിലും വരുന്ന ആലോചനകൾ താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാമല്ലോ. എല്ലാം നമുക്ക് പ്രതീക്ഷകളാണ് എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു മെസ്സേജ് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാനോ മറക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ആലോചനകൾ വരുന്ന സമയത്ത് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, വിവാഹ ആലോചനയുടെ കാര്യത്തിൽ സഹായം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം എന്തുകൊണ്ടാണ് ആ ഒരു കാരണം തിരിച്ചറിയാൻ പറ്റുന്നില്ല, നിങ്ങൾക്കെല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ടും വിവാഹം നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം അവിടെ എന്താണ് നടക്കാത്തതിന്റെ കാരണം എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിനേക്കാളൊക്കെ പുറമെ എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, നിരവധി കോളുകൾ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചില കോളുകളിൽ സമയം നോക്കാതെ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ഒക്കെ കോളുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ആദ്യം അവരുടെ ശീലങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രം അവരൊരു വിവാഹ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുക. എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ കൂടി മറ്റൊരു കുടുംബത്തെ കൂടി ഇല്ലാതാക്കാൻ, അവരുടെ സന്തോഷത്തെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? നമുക്ക് സ്വയം സന്തോഷിക്കാനോ സ്വന്തമായിട്ടൊരു നല്ലൊരു ജീവിതം കണ്ടെത്താനോ സ്വയം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് വേറൊരാളെയും കൂടെ വലിച്ചിഴക്കാതിരിക്കാൻ നോക്കുക. കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ളത് മാത്രമല്ല, കുടുംബം, ആ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും, ബന്ധുക്കൾ എല്ലാവരും ഒക്കെ ഉൾപ്പെട്ടു പോകുന്നതാണ് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ അതിന് പ്രാപ്തരാണോ എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം അതിന് പോകും. അങ്ങനെയാണ് എന്ന് തോന്നുമ്പോൾ അന്വേഷിച്ചോളൂ. ഓക്കെ, അപ്പോൾ പ്രായം കൂടിപ്പോയെന്നോ വിദ്യാഭ്യാസം കുറഞ്ഞു എന്നോ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ജോലി ഇതാണോ എന്ന് വിചാരിച്ചിട്ടോ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പങ്കാളി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. എത്ര പേരാണ് അത് ചെയ്യുന്നത്? അവരവരുടെ ജീവിതത്തിലെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരോ ആകട്ടെ, അല്ലെങ്കിൽ പോട്ടെ, അവനവന് പോലും അത്രയും സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്ന് ഈ ഒരു കാര്യത്തിന് അത്രയും സമയം നിങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ചിലവഴിക്കാൻ നോക്കുന്നു, അന്ന് മാത്രമായിരിക്കും ഈ ഒരു കാര്യത്തിന് ഫലം ഉണ്ടാകുക. അത് എല്ലാവരുടെയും കാര്യത്തിലല്ല, എടുത്തറിയുക. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക്, അത് വിദ്യാഭ്യാസമാകാം, ജോലിയാകാം, സാമ്പത്തികമാകാം, കുടുംബ പശ്ചാത്തലമാകാം, ജാതകമാകാം, ജാതിയാകാം, രൂപമായിരിക്കാം, പലതും ആയിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിവാഹാലോചന നോക്കുന്ന കാര്യത്തിന് സഹായത്തിനായി ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.